പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ജയെയും സ്വപ്നയെയും കൈയോടെ പിടികൂടിയ ഭാനുഅമ്മ നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് സ്വപ്നയെ നന്നായിട്ട് തന്നെ അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്വപ്ന ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, എന്തിനാണ് എന്നെ അടിക്കുന്നത്, ഞാൻ അതിന് മാത്രം എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും മഞ്ജു താഴേക്ക് വരികയാണ്. എന്നിട്ട് മഞ്ജു ചോദിക്കാൻ, എന്താ അമ്മ, എന്തിനാ അവളെ ഇങ്ങനെ അടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, മോളെ, ഇവളെ ഞാൻ കണ്ണടച്ച് വിശ്വസിച്ചു. നീയും ഗിരിയും ഇവളെക്കുറിച്ച് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമായി. ഇവൾ ഈ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് എന്ന് പറയട്ടോ. അതിന് എന്ത് ചീത്തപ്പേരാണ് അമ്മേ ഞാൻ ഉണ്ടാക്കിയത്? ഒരു പണക്കാരൻ പയ്യനെ സ്നേഹിച്ച് അവനെ കല്യാണം കഴിക്കുന്നത് ഇത്രയ്ക്ക് വലിയ ചീത്തപ്പേരാണോ? അത് നല്ലതല്ലേ? ഗിരിയേട്ടനെ കുറിച്ച് അമ്മയും ഇതുപോലെ തന്നെയല്ലേ ചെയ്തത്? ഗിരിയേട്ടന് അമ്മ ശാലിനിയെ ആലോചിച്ചില്ലേ? ആ സമയത്ത് അമ്മയും ഇത് തന്നെയല്ലേ ചിന്തിച്ചത്? കല്യാണം കഴിഞ്ഞിട്ട് പോലും അമ്മ ഗിരിയേട്ടനെയും മഞ്ജുവിനെയും പിരിക്കാൻ വേണ്ടി നോക്കിയതല്ലേ? എന്നിട്ട് ശാലിനിയെ കല്യാണം കഴിപ്പിക്കാനല്ലേ നോക്കിയത്? എന്നിട്ടിപ്പോൾ എന്താ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് സ്വപ്ന അങ്ങ് എല്ലാ കാര്യവും വിളിച്ചു പറയുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന സമയത്ത് ഭാനു അമ്മയ്ക്ക് മഞ്ജുവിൻ്റെയും ഗിരിയുടെയും മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുന്നില്ല. സ്വപ്ന പറയണേ, ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുമില്ല, ഞാൻ സഞ്ജയെ വിവാഹം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാൻ നല്ലത് തന്നെയാണ് ചിന്തിച്ചതും ചെയ്യുന്നതും, അതിലിപ്പോൾ ഒരു കുറ്റവും ആരും കാണണ്ട എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു പറയണ, മോളെ, നീ പറയുന്നത് തെറ്റാണ്. സഞ്ജയ് നിന്റെ ഏട്ടനെ കൊല്ലാൻ നോക്കിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, കൊല്ലാനല്ലേ നോക്കിയിട്ടുള്ളൂ, അല്ലാതെ കൊന്നിട്ടൊന്നുമില്ലല്ലോ. പക്ഷേ എൻ്റെ അച്ഛനെ നിന്റെ അച്ഛൻ കൊല്ലുകയാണ് ചെയ്തത്. എന്നിട്ട് നിന്നെ ഗിരിയേട്ടൻ കല്യാണം കഴിച്ചില്ലേ? ഈ പടിക്ക് പുറത്താക്കേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞു. ഈ വീട്ടിൽ എനിക്കൊരു നിയമം, ഗിരിയേട്ടന് വേറൊരു നിയമവുമാണോ? അതല്ല, എനിക്ക് മാത്രമാണോ അച്ഛനോട് സ്നേഹമുണ്ടായിരുന്നത്? അച്ഛൻ പോയതിന് ശേഷം അമ്മയിൽ നിന്നും ഗിരിയേട്ടന് കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ കാര്യം അങ്ങനെയല്ല. അച്ഛന് എന്നെയായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത്. അല്ലെങ്കിലും അമ്മയ്ക്ക് ഗിരിയേട്ടനോട് ഒരു പ്രത്യേക വാത്സല്യവും സ്നേഹവുമാണ്, എന്നോട് അതില്ല. മോളെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്. ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെയാണ് സ്നേഹിച്ചിട്ടുമുള്ളൂ എന്ന് പറയുമ്പോൾ, അല്ല അമ്മേ, അമ്മയ്ക്ക് ഗിരിയേട്ടനോട് ഒരു പ്രത്യേക സ്നേഹം തന്നെയാണ്. ഗിരിയേട്ടൻ ഇപ്പോൾ ഒരു പോലീസുകാരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നു. ഞാനാണ് അത് ചെയ്തിരുന്നെങ്കിൽ അമ്മ എന്നെ അപ്പം തന്നെ അടിച്ചിറക്കുമായിരുന്നു. പക്ഷേ ഇവളെ അമ്മ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് കയറ്റുകയല്ലേ ചെയ്തത്. അപ്പോൾ സഞ്ജയുടെ കാര്യത്തിൽ അമ്മ എന്തിനാണ് ഇങ്ങനെ എതിർവിഷം നിൽക്കുന്നത്? എന്തിനാണ് എന്നെ എതിർക്കുന്നത്? അല്ല, ഗിരിയേട്ടൻ എത്രയോ വർഷമായിട്ട് സഞ്ജയുടെ കൂടെ ജോലി ചെയ്യുന്നതല്ലേ? എന്നിട്ട് സഞ്ജയുടെ സ്വഭാവം അറിയാവുന്നതല്ലേ? അവൻ അങ്ങനെ ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നല്ലോ? ഇപ്പം അടുത്ത് വെച്ചിട്ടല്ലേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടായത്? അതിൻ്റെ കാരണവും ഞാൻ തന്നെ പറയാം. ഇവളാണ്, ഈ നിൽക്കുന്ന മഞ്ജു കാരണമാണ് ഇത്രയും അധികം പ്രശ്നമുണ്ടാക്കി. ഗിരിയേട്ടനോട് സഞ്ജയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വിഷം കുത്തിവെച്ച് സഞ്ജയെ വെറുക്കാൻ കാരണം ഗിരിയേട്ടൻ, അതുകൊണ്ടാണ്, എല്ലാം ഇവൾ കാരണമാണ് എന്ന് സ്വപ്ന പറയട്ടോ. എന്നിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് സ്വപ്ന അങ്ങ് ചെല്ലുകയാണ്. അപ്പോൾ ഗിരി പറയണ, അത് ശരി, നീ അങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നത്? എങ്കിൽ എന്തിനാണ് അവൻ എന്നെ കൊല്ലാൻ വേണ്ടി വന്നത്? അതും ഇവൾ പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കട്ടോ. അത് ഏട്ടൻ ഒരുപാട് തവണ സഞ്ജയെ അടിച്ചിട്ടില്ലേ? അവനൊരു ആണല്ലേ, അപ്പോൾ പിന്നെ അവൻ അതിൻ്റെ പക തീർക്കാൻ നിൽക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതും ഞാൻ ഇങ്ങനെ സ്വാമി വേഷം കെട്ടിയ സമയത്ത് തന്നെ എന്തിനാണ് അവൻ എന്നോട് പക തീർക്കാൻ വന്നത്? അവന് നട്ടല്ലില്ലാത്തത് കൊണ്ടാണ് എന്നോട് ആ സമയത്ത് തന്നെ എന്നെ ആളെ വിട്ട് അടിക്കാനും ഒക്കെ വന്നത് എന്ന് ഗിരി പറയട്ടോ. അപ്പോൾ സ്വപ്ന പറയും, ശരിയാണ്, നട്ടല്ലില്ല, പക്ഷേ അവൻ്റെ കയ്യിൽ ഒരുപാട് കാശുണ്ടല്ലോ. കാരണം നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിന് ഞാൻ എന്തിനാണ് സഞ്ജയെ വേണ്ടാന്ന് വെക്കണം? എനിക്ക് പറ്റില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഭാനുമ പറയണേ, ഇങ്ങനെ നാണമില്ലാതെ സംസാരിക്കാൻ നിനക്ക് എവിടെ നാടി ഇത്രയും ധൈര്യം വന്നത്? നാണത്തെക്കുറിച്ചൊന്നും അമ്മ കൂടുതൽ സംസാരിക്കണ്ട. മഞ്ജുവിനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി അമ്മ എന്തെല്ലാം തരത്തിലുള്ള നാണം കെട്ട കളികളാണ് കളിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഭാനുമ പെട്ടെന്ന് അങ്ങ് ഷോക്കായി പോവുകയാണ് കേട്ടോ. മഞ്ജുവിൻ്റെയും ഗിരിയുടെയും മുന്നിൽ വെച്ച് സ്വപ്ന എല്ലാ സത്യങ്ങളും വിളിച്ചു പറയുന്ന സമയത്ത് ഭാനുമ്മ തന്നെ ആകെ പതറി പോവുകയാണ്. മഞ്ജു പറയണ, അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പോൾ പറയേണ്ട, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്ന് പറയട്ടോ. അപ്പോൾ സ്വപ്ന പറയണ, നീ അതല്ലേ പറയുള്ളൂ, നിന്റെയും ഈ കുടുംബത്തിൻ്റെയും ചരിത്രം പറഞ്ഞു കഴിഞ്ഞാലേ നിനക്ക് ഇവിടെ നിക്കകളി ഉണ്ടാവില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഗിരി പറയണ, എടി, നിനക്ക് ഇവിടുത്തെ സമാധാനം കളയണം എന്ന് മാത്രമാണോ നിന്റെ ഉദ്ദേശം? അതിലാണോ നീ കൂടുതൽ സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കും. അതെ, എനിക്ക് അത് തന്നെയാണ് വേണ്ടത്. എൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകൾ ഇവിടെ വിലസ് നടക്കുന്നത് കാണുമ്പോഴേ എനിക്ക് അത്ര പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇവിടെ നിന്നും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഗോപാൽജിയുടെ വീട്ടിലേക്ക് പോയാൽ ഇവിടെ പിന്നെ എന്ത് നടന്നാലും എനിക്കതൊന്നും കാണണ്ട. ഇവിടുന്ന് ഗോപാൽജിയുടെ വീട്ടിലേക്ക് സമാധാനമായിട്ട് പറഞ്ഞയക്കാനാണ് നിങ്ങൾ രണ്ടുപേരും ചെയ്യേണ്ടത്. അതാണ് നിങ്ങൾക്ക് നല്ലത്. എന്നെ എത്ര എതിർത്തിട്ടും ഒരു കാര്യവുമില്ല. എൻ്റെ ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ മാറുകയുമില്ല എന്ന് പറഞ്ഞ് സ്വപ്ന അകത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് ഭാനുമ തന്നെ അങ്ങ് ഷോക്കാവുകയാണ്. എന്നിട്ട് ഭാനുമ ഗിരിയോട് ചോദിക്കുകയാണ്, എടാ ഗിരി, അവൾക്ക് എവിടുന്ന ഇത്രയും അധികം ധൈര്യം കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ, ഇതെല്ലാം അമ്മയെ തല്ല്
കൊടുത്ത് വളർത്താത്തതിൻ്റെ പ്രശ്നമാണ്. തല്ല് കൊടുക്കേണ്ട സമയത്ത് തല്ല് കൊടുത്ത് വളർത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ അവൾ ധൈര്യത്തോടു കൂടി സംസാരിക്കാൻ നിൽക്കില്ലായിരുന്നു എന്ന് പറയണം. അവൻ്റെ സ്വഭാവം നല്ലതായിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനോട് സംസാരിച്ച് ഇവളുടെ കല്യാണം നടത്തുമായിരുന്നു. പക്ഷേ അവനിപ്പോൾ എന്നോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി മാത്രമാണ് സ്വപ്നയെ കരുവാക്കുന്നത്. എനിക്കിപ്പോൾ പേടി അവളെ എങ്ങാനും അവൻ എന്തെങ്കിലും ചെയ്യുമോ, എന്നിട്ട് കൈവിട്ട് കളയുമോ എന്നുള്ള പേടിയാണ്. അപ്പോൾ മഞ്ജു പറയണ കല്യാണത്തിന് അതിന് ഗോപാൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഗിരി പറയണ അമ്മ തന്നെ അവളോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്ക്. അവളൊന്നും ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല മോനെ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണ അമ്മ എങ്ങനെയെങ്കിലും അവളോട് നയത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം. കാരണം അവളുടെ ഭാവിയുടെ കാര്യമല്ലേ എന്ന് പറയണ. അങ്ങനെ ഭാനു വിഷമത്തോടു കൂടി റൂമിലേക്ക് പോവുകയാണ്. സ്വപ്നയുടെ കാര്യം ആലോചിച്ച് ഗിരിക്കും മഞ്ജുവിനൊക്കെ നല്ല വിഷമം വരികയാണ് കേട്ടോ. പിറ്റേ ദിവസം ആകുന്ന സമയത്ത് അഭിയാണെങ്കിലോ മഹിമ കോളേജിലേക്ക് വരാത്തത് കാരണം കോളേജിലേക്ക് പോവാനില്ലാതെ മൂഡില്ലാത്തത് കൊണ്ട് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അബിയുടെ ഫ്രണ്ട് വന്നിട്ട് ചോദിക്കുക നീ എന്താ കോളേജിലേക്ക് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ മഹിമ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വരാൻ തോന്നില്ല. അപ്പം നീ ഇപ്പോഴും അവളെ സ്നേഹിക്കുന്നുണ്ട് ചോദിക്കുമ്പോൾ ഇല്ല, ഞാനിപ്പോൾ അവളെ സ്നേഹിക്കുന്നില്ല. പക്ഷേ മുകുന്ദനെ അവൾ സ്നേഹിച്ച അന്ന് ഞാൻ അവളെ വെറുത്തതാണ്. അവൾ എന്നെ കല്യാണം കഴിക്കാനുള്ള ഒരു ഭാഗ്യവുമില്ല. പക്ഷേ ഞാൻ അവളെ നശിപ്പിക്കും. എന്നിട്ട് ആ ഒരു ദിവസം ഓർത്ത് അവൾ ജീവിതകാലം മുഴുവൻ ജീവിക്കണം. ആ ഒരു നഷ്ടബോധത്തെക്കുറിച്ച് അവൾ ജീവിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കളിക്കുന്നത്. അതാണ് എനിക്കിനി കാണേണ്ടത് എന്ന് പറയും. ഇനി മഹിമ ഒരിക്കലും ഇനി കോളേജിലേക്ക് വരില്ല എന്നുള്ള തീരുമാനം എടുത്താലോ, അത്രയ്ക്കധികമുള്ള പ്രഷറല്ലേ നീ അവൾക്ക് കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ അവളെ കോളേജിലേക്ക് വരുത്താനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഗിരിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു ആണെങ്കിലോ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എങ്ങനെയാണ് ഇതിനൊരു പരിഹാരം കാണുക എന്നൊക്കെ ചിന്തിച്ചിട്ട് അപ്പോൾ സ്വപ്ന വന്ന് പറയുകയാണ് നിന്നെ കാണാൻ വേണ്ടി നിന്റെ കോളേജിലെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ. ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഒക്കെ വേണമെങ്കിൽ പോയി നോക്ക്, ഞാൻ നിന്റെ സെക്രട്ടറി ഒന്നുമല്ല എന്ന് പറഞ്ഞ് സ്വപ്ന പോവുകയാണ് കേട്ടോ. അങ്ങനെ മഹിമ ടെൻഷനോട് കൂടി വന്ന് താഴേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഗിരിയും ഭാനു അമ്മയും മഞ്ജുവും ഒക്കെ കൂടി അബിയോട് സംസാരിക്കുകയാണ്. അപ്പോൾ മഹിമ ആകെ പരിഭ്രമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മഹിമയെ കാണുന്ന സമയത്ത് അബി ഇങ്ങനെ ഫോൺ ഇങ്ങനെ പൊക്കി പിടിക്കുന്നുണ്ട് കേട്ടോ. ഫോണിലെ വീഡിയോസ് എല്ലാം ഞാൻ ഇവരെ കാണിക്കും, നീ എങ്ങാനും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ മഹിമ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. അബി അവരുടെ മുന്നിൽ നല്ലവനായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. മഹിമയെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിക്കാണെങ്കിലോ അബിയെ കാണുന്നത് തന്നെ ദേഷ്യം പിടിക്കുകയാണ്. മുകുന്ദൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് തന്നെ അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം ഗിരിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മഞ്ജു അബിക്കുള്ള ചായ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗിരിയും ഒപ്പം തന്നെ പോവുകയാണ്. എന്നിട്ട് ഗിരി പറയണം അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് വരുന്നത്, അവനൊരു ഫ്രോഡാണ് എന്ന് പറയുമ്പോൾ അത് എനിക്കും തോന്നി എന്ന് മഞ്ജു പറയട്ടോ. അല്ല എന്താ ഗിരിയേട്ടൻ അങ്ങനെ പറയാൻ എന്ന് ചോദിക്കുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം മഹിമയുടെ പുറകെ നടക്കുകയാണ് അവൻ. വിനയും അവൻ്റെ കാട്ടിക്കൂട്ടിലും കണ്ടാൽ തന്നെ എൻ്റെ കൈയൊക്കെ തരിക്കുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ജു ഗിരിയെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറയുകയാണ്. എന്തിനാണ് ഗിരിയേട്ടൻ അങ്ങനെയൊക്കെ പറയുന്നത്, അവനൊരു ഡോക്ടറല്ലേ, പോരാത്തതിന് ഒരുപാട് കാശുമുണ്ട്, പിന്നെ കാനഡക്കാരനുമാണ്. അപ്പോൾ ഡോക്ടറും ചേരുന്നതല്ലേ നല്ലത് എന്ന് പറയട്ടെ. അപ്പോൾ ഗിരി പെട്ടെന്ന് പതർച്ചയോട് കൂടി പറയുകയാണ് അങ്ങനെയൊന്നുമില്ല, ഒരേ ജോലിക്കാരനാവണം എന്നൊന്നും ഇല്ല, ഭാര്യയും ഭർത്താവും സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരു ജോലി വേണമെന്ന് ഇപ്പം നമ്മൾ തന്നെ കണ്ടില്ല, നീ പോലീസുകാരും ഞാനൊരു ഗു എന്നങ്ങ് പറയട്ടെ, ഗുണ്ട എന്ന് പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ മഞ്ജു ചോദിക്കുക എന്ത് അല്ല ഞാനൊരു ജീവനക്കാരനുമല്ലേ എന്ന് പറയട്ടെ. അപ്പം മഞ്ജു പുഞ്ചിരിച്ചോട് മതി എന്നുള്ള ഭാവത്തിൽ നോക്കാൻ കേട്ടോ. എന്നിട്ട് ഗിരി മുകുന്ദനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മഞ്ജുവിന് മനസ്സിലാകുന്നുണ്ട്. അല്ല ഗിരിയേട്ടൻ എന്താ ഈ പറയുന്നത്, അപ്പോൾ ഗിരിയേട്ടന് വല്ല ബ്രോക്കർ പണിയുമുണ്ടോ എന്ന് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നല്ലേ എന്നോട് പറയും. എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല, പിന്നെ മഹിമയ്ക്ക് ആരെയെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെയല്ല, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നിൽക്കാൻ കേട്ടോ. അങ്ങനെ അല്ല ഗിരിയേട്ടൻ്റെ മനസ്സിൽ ആരോ ഉണ്ട്, ആരാണെങ്കിലും എന്നോട് തുറന്നു പറ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ല മഞ്ജു എന്ന് പറഞ്ഞ് വീണ്ടും ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഭാനുമ്മ വിളിക്കുന്നുണ്ട് എന്നുള്ള ഭാവത്തിൽ ഗിരി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ്. അതിന് അമ്മ വിളിച്ചിട്ടില്ലല്ലോ ഗിരിയേട്ടനെ എന്ന് പറയുമ്പോൾ അതിന് നിന്നെ അല്ലല്ലോ എന്നെയല്ലേ വിളിച്ചത്, അതുകൊണ്ടാണ് ഞാൻ കേട്ടത് എന്ന് പറഞ്ഞ് ഗിരി പെട്ടെന്ന് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ മഞ്ജു മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് മുകുന്ദനെയാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് മനസ്സിലായി, മഹിമയെ ഇഷ്ടമാണെന്നുള്ളത് ഒന്നല്ലെങ്കിൽ എന്നോട് പറയണം, അതല്ല എന്നുണ്ടെങ്കിൽ ഗിരിയേട്ടൻ പറയണം, ഇവരിൽ രണ്ടുപേരും ആരെങ്കിലും എന്നോട് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ്. മഹിമ പുറത്ത് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അബി വരികയാണ്. എന്നിട്ട് അബി ഭീഷണി സ്വരത്തിൽ സംസാരിക്കുകയാണ്. നീ എന്നെക്കുറിച്ച് എന്ത് കരുതി, നീ കോളേജിലേക്ക് വന്നില്ല എന്ന് കരുതിയിട്ട് നിന്നെ ഞാൻ വെറുതെ വിട്ട് കളയുമെന്ന് കരുതിയോ, നീ എവിടെ പോയാലും നിന്റെ പുറകെ ഞാൻ വന്നിരിക്കുമെന്നുള്ള പറഞ്ഞിട്ടൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ്. അങ്ങനെ മഹിമ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് സ്വപ്ന വരുന്നത്. എന്നിട്ട് സ്വപ്ന ചായ കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയണേ ഇവളാൾ തരക്കേടില്ലല്ലോ, ഇവനെയാണോ പ്രേമിക്കുന്നത്, നല്ല പൈസയുള്ള ആളെ കണ്ടപ്പോൾ മുകുന്ദനെ ഒഴിവാക്കി
ഒഴിവാക്കിയോ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴൊക്കെ മഹിമ നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ അധികമൊന്നും പറയണ്ട, ഇവൾക്ക് മുകുന്ദനെ നല്ല ഇഷ്ടമായിരുന്നു, പക്ഷേ ഇപ്പോൾ നിന്നെ പണക്കാരനെ കണ്ടപ്പോൾ മുകുന്ദനെ ഒഴിവാക്കി എന്നാ തോന്നുന്നത് എന്നൊക്കെ അഭിയോട് പറയുകയാണ്. അപ്പോൾ അഭിയാണെങ്കിലോ മഹിമയെ ഒരു കളിയാക്കിയ മട്ടിൽ ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ സ്വപ്ന ഇങ്ങനെ മുകുന്ദനെ കളിയാക്കിയ പോലെ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ മഹിമയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഫോൺ വരുന്നത് അഭിക്ക്. എന്നിട്ട് നിഖിൽ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മാറി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സ്വപ്ന പറയണേ, നിന്നെ അവൻ ഒരുപാട് ഇഷ്ടമാണല്ലോ, ഞാൻ മുകുന്ദൻ്റെ കാര്യം വിട്ടത് തന്നെ നിന്നെ അവൻ വെറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു, പക്ഷെ അവൻ നിന്നെ ഒറ്റക്കാലിൽ തന്നെ നിന്ന് സ്നേഹിക്കുകയാണല്ലോ എന്ന് പറയുമ്പോൾ നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്, എനിക്ക് അവനെ ഇഷ്ടമൊന്നുമില്ല, പിന്നെ അവൻ അത് പറഞ്ഞല്ലോ അവന് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമില്ല എന്ന് പറയട്ടോ. നീ എന്താ ഇത്ര വിഡ്ഢിയാണോ, നല്ല പൈസക്കാരൻ പയ്യനെ കിട്ടിയിട്ട് നീ വേണ്ട എന്ന് വെക്കാൻ, നിനക്ക് വേണമെങ്കിൽ നീ അങ്ങ് എടുത്തോ എന്ന് പറഞ്ഞ് മഹിമ അങ്ങ് മാറി നിൽക്കണ്ടോ. അപ്പോൾ സ്വപ്ന മനസ്സിൽ കരുതുകയാണ്, ഞാൻ നോക്കിയേനെ, പക്ഷേ അവന് എന്നെ വേണ്ടല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാന്, ഇവളൊരു വിഡ്ഢിയാണ്, ആ മുകുന്ദനെ സ്നേഹിക്കുന്നതിലും ഭേദം ഈ കാശുകാരൻ പയ്യനെ അങ്ങ് സ്നേഹിച്ചാൽ പോരെ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് സ്വപ്ന അങ്ങ് പോവുകയാണ്. എന്നിട്ട് നിഖിലുമായിട്ട് അഭി സംസാരിക്കുന്നതെല്ലാം തന്നെ മഹിമ കേൾക്കുകയാണ് കേട്ടോ. എന്തായി കാര്യങ്ങളൊക്കെ എവിടെ എത്തി എന്നുള്ള കാര്യമൊക്കെ ചോദിച്ചറിയുകയാണ്. അങ്ങനെ ഫോൺ വെച്ചിട്ട് അഭി തിരിയുന്ന സമയത്ത് മഹിമ അവിടെ നിൽക്കുന്നത് കാണാൻ കേട്ടോ. അപ്പോൾ മഹിമ ചോദിക്കുകയാണ്, നീ എന്തുദ്ദേശിച്ചിട്ടാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ എന്തുദ്ദേശിച്ചിട്ടാണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അടുത്ത എപ്പിസോഡിൽ ഗിരി പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ സമയത്ത് മഹിമയും അഭിയും കൂടി സംസാരിക്കുന്നത് കാണാൻ. അഭിയാണെങ്കിലോ ഗിരി അവിടെ വന്നത് കാണുന്നില്ല. അങ്ങനെ അഭിയുടെ സൈക്കോ പുറത്ത് ചാടുകയാണ്. എന്നിട്ട് മഹിമയുടെ അടുത്തേക്ക് ഇങ്ങനെ നീങ്ങി നീങ്ങി ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് മഹിമയെ നല്ല ദേഷ്യത്തോടു കൂടിയും ഒരു ഭ്രാന്തനെ പോലെ മഹിമയെ ഉമ്മ വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് മഹിമ അങ്ങനെ തടയുകയാണ്. അപ്പോഴേക്ക് അഭി പിന്മാറാതെ വീണ്ടും മഹിമയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മഹിമയെ ഉമ്മ വയ്ക്കാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഗിരി കണ്ടുവരികയാണ്. എന്നിട്ട് ഗിരി അഭിയെ ഒരു ചവിട്ടങ്ങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അതോടുകൂടി അഭി അങ്ങ് തെറിച്ച് വീഴുകയാണ്. എന്നിട്ട് അങ്ങ് കോളറയിൽ കയറി പിടിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താടാ നീ കാണിക്കുന്നത്, മഹിമയെ ഉമ്മ വയ്ക്കാൻ നോക്കുന്നോടാ എന്ന് പറഞ്ഞ് പൊതിരെ അടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്ന് കണക്കിന് അഭിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ അഭിക്ക് വേദന സഹിക്കാതെ കരയുകയാണ് കേട്ടോ. എന്നിട്ട് പറയണ, ഗിരിയേട്ട ഇല്ല, ഞാൻ മഹിമയെ ഉമ്മ വെച്ചിട്ടില്ല, ഗിരിയേട്ടന് തോന്നിയതാണ്, ഞാൻ മഹിമയെ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗിരി പറയണ, ഞാൻ കണ്ടല്ലോ നീ മഹിമയെ ബലം പിടിച്ച് ഉമ്മ വയ്ക്കാൻ വേണ്ടി പോകുന്നത്, നീ കള്ളം പറയുന്നോടാ എന്നങ്ങ് ചോദിച്ച് വീണ്ടും ഗിരി അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അഭി പറയും, ഇല്ല, ഞാൻ സത്യമായിട്ട് ഉമ്മ വെച്ചിട്ടില്ല, വേണമെങ്കിൽ മഹിമയോട് ചോദിച്ചു നോക്ക് എന്ന് പറയാണ്. അപ്പോൾ മഹിമയാണെങ്കിലും പേടിയോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. ഗിരി അഭിയെ അടിക്കുന്നത് കാണുമ്പോൾ മഹിമയ്ക്ക് ഒരുപാട് സന്തോഷമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ അഭി പറയുകയാണ്, മഹിമയോട് ചോദിച്ചു നോക്കി എന്ന് പറയുമ്പോൾ ഗിരി ചോദിക്കുകയാണ്, മോളെ നിന്നെ ഇവൻ ഉമ്മ വയ്ക്കാൻ വേണ്ടി നോക്കിയില്ലേ, നിന്നെ ഇവൻ ബലം പിടിക്കാൻ വേണ്ടി നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് അഭി പോക്കറ്റിലുള്ള ആ ഫോൺ അങ്ങ് എടുക്കുകയാണ് കേട്ടോ. ഇതെങ്ങാനും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടും എന്നങ്ങ് പറയുന്ന ആ ഒരു കാര്യം ഓർമ്മ വരികയാണ്. അപ്പോൾ മഹിമ പറയണേ, ഇല്ല ഗിരിയേട്ടന് അത് തോന്നിയതാണ്, എന്നെ അഭി ഒന്നും ചെയ്തിട്ടില്ല എന്നങ്ങ് പേടിച്ച് വിറച്ചോണ്ടാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ തൽക്കാലം ഗിരിയുടെ കയ്യിൽ നിന്നും അഭി രക്ഷപ്പെടുകയാണ്. പക്ഷേ അഭി മഞ്ജുവിനോട് പറയുകയാണ്, എന്തോ എനിക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നുന്നുണ്ട് മഞ്ജു, കാരണം അവൻ ഒരു പെശകാണ്, അവനെ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ കണ്ടതാണ് മഹിമയെ അവൻ ഉമ്മ വയ്ക്കാൻ വേണ്ടി നോക്കിയത്, അതും ബലം പിടിച്ച്. അപ്പോൾ മഹിമ പേടിയോട് കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത്, എതിർക്കാൻ പോലും കഴിയാതെ. എനിക്കെന്തോ ഒരു വശപ്പെശക് തോന്നുന്നുണ്ട്, നീ ഒന്ന് മഹിമയോട് നയത്തിൽ ചോദിച്ചറിയേ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാണ് മഹിമ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആകെ മൂഡ് ഓഫ് ആയി നടക്കുന്നത്, നീ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക എന്നൊക്കെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ്. അഭിക്ക് ഗിരിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടുന്നുണ്ട്. പക്ഷേ അഭിയാണെങ്കിലോ ആ ഒരു പക വീണ്ടും വീട്ടുകയാണ് കേട്ടോ മഹിമയോട്. ഇനി മഹിമയോട് ഇന്ന സ്ഥലത്തേക്ക് വരണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അഭിയുടെ ചീട്ട് കീറാൻ പോകുന്ന ദിവസങ്ങൾ വരാനിരിക്കുന്നത്.